കോൺഗ്രസിനെ എപ്പോഴും താറടിച്ച് കാണിക്കാനുള്ള ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. മര്യാദയ്ക്ക് സംസാരിക്കേണ്ടുന്ന ഇടങ്ങളായ പാർലമെന്റിൽ പോലും കോൺഗ്രസിന്റെ ന്യൂനപക്ഷ പ്രീണനത്തെയും മതേതര നിലപാടിനെയും വളരെ വൃത്തികെട്ട രീതിയിൽ വിമർശിച്ചുകൊണ്ട് ഒരു രാജ്യദ്രോഹികളുടെ പട്ടം ചാർത്തുകയാണ് കോൺഗ്രസിന് എപ്പോഴും BJPയുടെ പണി. ഇന്ന് രാവിലെ തന്നെ രാജ്യസഭ തുടങ്ങുമ്പോൾ കോൺഗ്രസ് മുസ്ലിം സമുദായത്തിന് സംവരണം നൽകിയെന്നും പറഞ്ഞ് കരയുകയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും അതുപോലെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയും. എന്ത് റിസർവേഷനാണ് നൽകിയതെന്ന് പറയൂ എന്നും പറഞ്ഞുകൊണ്ട് രാജ്യസഭാ അധ്യക്ഷൻ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും അതിനൊന്നും നേരാവണ്ണം ഉത്തരം നൽകാതെ റിസർവേഷൻ നൽകിയെന്നും അത് അംബേദ്കർ എഴുതി വെച്ച ഭരണഘടനയ്ക്കെതിരാണെന്നും പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ മേൽ കുതിര കയറാൻ ഈ രണ്ട് മന്ത്രിമാരും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പിന്നിൽ കുറച്ചാളുകളെയും അവർ അണിനിരത്തിയിരിക്കുന്നു സിന്ദാബാദ് വിളിക്കാൻ. പിന്നീട് കിരൺ റിജിജുവിന് ശേഷം വന്ന ആരോഗ്യമന്ത്രി JP നഡ്ഡയ്ക്കും ഇത് തന്നെയാണ് പറയാനുണ്ടായിരുന്നത്. കർണാടകയിൽ പൊതുകരാറുകളിൽ മുസ്ലിം സമുദായങ്ങൾക്ക് 4% സംവരണം നൽകി എന്നുള്ളതും പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ വിമർശിക്കുന്നതല്ലാതെ ഒരു പാർലമെന്റിൽ ഇതെങ്ങനെ ചർച്ച ചെയ്യണമെന്നുള്ള മര്യാദ പോലും അവർ പാലിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അത് സംസ്ഥാനത്തിൻ്റെ കാര്യമാണെന്നും അതിൻ്റെ രീതിയിൽ തന്നെ അത് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നും അറിയിച്ച രാജ്യസഭാ അധ്യക്ഷൻ്റെ വാക്കുകൾക്ക് പോലും JP നഡ്ഡ മര്യാദയ്ക്ക് ഉത്തരം പറയാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അത് കേട്ട രാജ്യസഭാ അധ്യക്ഷൻ എന്താണിപ്പോൾ താങ്കൾക്ക് വേണ്ടത് എന്ന് ക്ഷുഭിതനായി ചോദിച്ചപ്പോൾ ഇത് പിൻവലിക്കണമെന്നും അതിന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ ഈ സഭയിലിരിക്കുന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ഉത്തരം പറയണമെന്നായിരുന്നു JP നഡ്ഡയുടെ ആവശ്യം. അതോടുകൂടിയാണ് മല്ലികാർജുൻ ഖർഗെയുടെ വരവ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. തലങ്ങും വിലങ്ങും BJPയെ ആക്രമിക്കുന്ന മല്ലികാർജുൻ ഖർഗെയാണ് പിന്നീട് കണ്ടത്. അംബേദ്കർ പറഞ്ഞത് പ്രകാരം തന്നെ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് റിസർവേഷൻ നൽകാൻ കോൺഗ്രസ് തയ്യാറാകുന്നത് എന്നും അവരെ സംരക്ഷിക്കാൻ കോൺഗ്രസ് എപ്പോഴും ഉണ്ടാകുമെന്നും പറഞ്ഞ ഖർഗെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള എല്ലാ ന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തം ഇപ്പോഴും കോൺഗ്രസിനാണെന്നും വർഗീയ വിഷം തുപ്പുന്ന നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നും പറയുമ്പോൾ സഭ സത്യത്തിൽ പ്രകമ്പനം കൊള്ളുകയായിരുന്നു. കോരിത്തെരിച്ചു നിന്ന നിമിഷങ്ങൾ വായിൽ വന്നത് വിളിച്ചു പറഞ്ഞ് ഓടിയൊളിച്ച രണ്ട് കേന്ദ്രമന്ത്രിമാരെയാണ് പിന്നീട് രാജ്യസഭ കണ്ടത്. കാര്യങ്ങൾ കൈവിട്ടു എന്നറിഞ്ഞതോടെ സഭ നിർത്തിവെച്ച് സഭാധ്യക്ഷനും പോയി. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. माननीय सभापति जी, papers to be laid on the table. Respected Chairman, sir, with your kind permission, on behalf of my colleague Sri Rao Inderjit Singh, I rise to lay on the table of the House the papers mentioned at serial number 1A of today's revised list of business. Parliamentary affairs on. What is this? One second. Honorable Chairman, sir, एक मिनट में बोलते, एक मिनट सर, why I have to, एक मिनट sir, it is not our intention to disrupt this 0 hour. Why I am standing here is because of an extremely important and sensitive matter which has come to our notice. The members of parliament from the NDA have met me and raised this very important issue. What is the issue? Sir, one of the senior leader of the Congress party, very responsible Congress leader, who is holding a constitutional post, has made a statement that they are going to change the constitution of India to provide reservation in contract work to a Muslim community. Now, this statement, we cannot take this statement lightly, because if it was a statement made by any ordinary person, then we can understand, we can reply outside. But since the statement
has come from a person who is holding a constitutional position, and in a very clear term, he has stated that Congress party will provide reservation to Muslim community, and for that they will change the Constitution of India. Reservation for It is what? extremely serious. It is a matter which we cannot tolerate, and this is assault on the Constitution of India, the Constitution provided by Dr. B.R. Ambedkar. And these people, they are talking about Constitution, they are carrying the photograph of Baba Sahib Ambedkar, but their people officially makes a statement to change the Constitution of India. I want the Congress president who is sitting here in the House to make very specifically clear about the Congress party's position. How and in what manner you want to change the Constitution of India to provide reservation to Muslim community? I want clear-cut reply and position from the Congress party president, who is leader of the House in the Rajya Honorable Sabha. Minister, reservation in what? Sir, my request is the Congress party president, who is the leader of the House, leader of the opposition in the Rajya Sabha, should make the position clear and tell the August House as well as to the people of India why Congress party want to change the Constitution of India to provide reservation to Muslim Leader of the House. community. माननीय सभापति जी, Sir, what is the issue? We can raise it according to rules. The House is governed by मैं बता rules. रहा हूं। What is माननीय the issue? सभापति जी, बहुत दुख के साथ कहना पड़ रहा है कि कांग्रेस पार्टी, आप बैठ जाओ। उन्होंने बिल पास कर दिया तो वही ना हाँ बिल पास किया वाला वो है तेलंगाना। नहीं कर्नाटक। माननीय सभापति जी, बहुत दुख के साथ कहना पड़ता है कि जिस तरीके से कांग्रेस पार्टी बहुत संविधान की रक्षक बनती है, वो संविधान के बारे में जिस तरीके से उन्होंने उसकी धज्जियां उड़ाने का प्रयास किया है। संविधान में डॉक्टर बाबा साहब अंबेडकर ने स्पष्ट लिखा है और कहा है कि रिजर्वेशन धर्म के आधार पर नहीं होगा। रिजर्वेशन विल नॉट बी डन ऑन द बेसिस ऑफ रिलीजन। दिस इज एन एक्सेप्टेड प्रिंसिपल ऑफ द कॉन्स्टिट्यूशन ऑफ इंडिया। लेकिन साउथ में कांग्रेस की सरकार में रिजर्वेशन कॉन्ट्रैक्ट में 4% का रिजर्वेशन का पारित किया जाता है। कॉन्ट्रैक्ट में I'll authenticate. Yes. Sir, The statement of the Karnataka House, Karnataka में Leader of the House, the statement to which reference has been made by the Honorable Parliamentary Affairs Minister that a constitutional functionary holding position in the political party has made a statement that there will be reservation in contract for Muslim community. Yes. That statement be authenticated Yes, I'll authenticate, and sir. put on the table of the House. The Karnataka During course of government, the day. I'll do that, sir. The Karnataka government has passed a bill granting 4% of reservation to minorities and in public contracts. In public contracts. ये और इसके साथ साथ जो वहां के डिप्टी चीफ मिनिस्टर हैं, जिसके बारे में रिजू जी ने रेफरेंस दी है, डिप्टी चीफ मिनिस्टर ने स्टेटमेंट दिया है हाउस में कि जरूरत पड़ेगी तो हम संविधान को भी बदलेंगे। दिस इज अ वेरी सीरियस मैटर। और ये लोग बड़े संविधान के रक्षक बनते हैं और ये लोग संविधान की रक्षा करने की बात सारे देश को बताते हैं, ढोल पीटते हैं
वो संविधान की धज्जियां उड़ाते हैं, ये इसके लिए हम रोज करते हैं। But what do you want? What do you want? I want that such laws and rules should be withdrawn and discussion should take place, and Congress party president and the leader of the opposition should answer this question. Leader of the opposition. धन्यवाद सर, आपने मुझे समय दिया और उसका उत्तर देने का। मैं यही कहूंगा, कौन सा वो आदमी जिनको कहा देश का संविधान बदलने वाले हैं। देश का संविधान जो डॉक्टर बाबा साहब अम्बेडकर ने बनाया वो कोई बदल नहीं सकता। रिजर्वेशन भी कोई खत्म नहीं कर सकता। और उसकी रक्षा के लिए हम कन्याकुमारी से कश्मीर तक हमने पूरा भारत जोड़ो यात्रा की। ये भारत तोड़ो करने वाले ये सब रिजर्वेशन के धज्जे उड़ाने वाले लोग कोई अधिकार नहीं है, उसको पता नहीं है। कोई मेरे पार्टी का भी ऑनरेबल चेयरमैन सर, मैं रिकॉर्ड पे कहना चाहता हूं, उन्हीं के कांग्रेस पार्टी के सिटिंग डिप्टी चीफ मिनिस्टर और उनके स्टेट के कांग्रेस प्रेसिडेंट ऑफिशियली कहा है, और आपके कहने पर मैं इसको ऑथेंटिकेट भी कर सकता हूं। और ये मुस्लिम लीग का पॉलिसी 28 अगस्त 1947 में मुस्लिम लीग ने जब रिजर्वेशन पॉलिसी को संविधान सभा में लेके आए थे, तब सरदार पटेल ने रिजेक्ट किया था। आज कांग्रेस फिर मुस्लिम रिजर्वेशन का बात उठा करके बाबा साहब का संविधान का इज्जत को इन्होंने मिट्टी में मिलाने का काम कर रहे हैं। हम खंडन करना चाहते हैं। आप हिम्मत है तो डिप्टी चीफ मिनिस्टर का इस्तीफा आज ही मांगिए। हमने ये कहा कि भारत देश के संविधान को बचाने वाले हम लोग हैं और